കൊച്ചിയിലെ അവയവക്കടത്തിൻ്റെ ഏജന്റ് പിടിയിലായ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 3 കൊല്ലത്തിനിടെ 200-ലധികം ആളുകളെ പ്രതി സബീത്ത് അവയവക്കടത്തിനായി ഇറാനിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് ഇയാൾ ആളുകളെ ഇറാനിലേക്ക് കടത്തിയത്. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ സബീത്തിന് 60 ലക്ഷം രൂപ പ്രതിഫലം ലഭിക്കും. ഈ കിഡ്നി കൊടുക്കുന്ന ആളിന് അല്ലെങ്കിൽ അവയവം കൊടുക്കുന്ന ആളിന് 10 ലക്ഷം രൂപയും. നല്ല കച്ചവടമാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ. ഇയാളെ സഹായിക്കുന്ന മറ്റാരുടെയെങ്കിലും പേരുവിവരങ്ങൾ ലഭിച്ചോ? SKN ഇത് വലിയൊരു മാഫിയാണ്, അവയവ മാഫിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം അതീവ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്നത്. ബോംബെയിൽ നിന്നുള്ള FRROയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ എമിഗ്രേഷൻ വിഭാഗം കൊച്ചി വിമാനത്താവളത്തിൽ സബിത്തിനെ തടഞ്ഞു വെക്കുകയും പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തത്. ഇയാളിൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് വലിയ വിവരങ്ങൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ വഴിയാണ് ആളുകളെ കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കും ഇയാൾ കൊണ്ടുപോയിരുന്നത്. 10 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ അവയവം ദാനം ചെയ്യുന്ന, അവയവം വിൽക്കാൻ തയ്യാറാകുന്ന ഒരാൾക്ക് ഇയാൾ നൽകുന്നത്. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ സബിത്തിന് 60 ലക്ഷം രൂപ ലഭിക്കും. ഈ വിവരം കൊണ്ടുപോകുന്ന ആളുകൾക്ക് അറിയില്ല. കേരളത്തിൽ വ്യാജ ആധാർ കാർഡൊക്കെ സംഘടിപ്പിച്ചെത്തുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലും ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരിൽ ചിലർ ഇറാനിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് ഇവരുടെ ബന്ധുക്കൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഹൈദരാബാദിൽ ഉയർന്ന ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഇയാളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങിയത്. കേരളത്തിൽ കൊച്ചിക്ക് പുറമെ കാസർഗോഡ് നിന്ന് ചില ആളുകളെ കൊണ്ടുപോയതായിട്ടും ഇയാൾ വിവരം നൽകിയിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി ആളുകളെ വ്യാജ പാസ്പോർട്ടും വ്യാജമായിട്ടുള്ള ആധാർ കാർഡും നിർമ്മിച്ചാണ് ഇയാൾ കൊണ്ടുപോയിരുന്നത്. ഇവരെ കൊണ്ടുപോകുന്നവർക്കൊക്കെ 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നതെന്ന് പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ നിരവധി പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ അവിടെ വെച്ച് മരണപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായിട്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് അന്വേഷണം നടക്കുന്നു. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇതെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ പ്രതിയെ ചോദ്യം ചെയ്യും. അതിനുവേണ്ടി പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങുകയും ചെയ്യും. ഏതായാലും അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഒരു പ്രതിയെ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ സംസ്ഥാന പോലീസ് പിടികൂടിയിരിക്കുന്നത്. രാജ്യാന്തര ബന്ധമുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ എത്ര പേർ തിരിച്ചു വന്നിട്ടുണ്ട്, അവയവം ഏതൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നീ വിവരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കേസായി തന്നെ ഇത് മാറുകയാണ്. SKN. ഓക്കെ, താങ്ക് യു.